മോളെത്തിയോ? ഉണ്ണി കാത്തിരിക്കുമായിരിക്കും. ദേ ഇത് കൊണ്ടുപോയിക്കോ. ചെല്ല. മഹാലക്ഷ്മി എത്തിയോ? കൊണ്ടുപോയി കൊടുക്ക. ശരി അമ്മ. അവിടെ നിൽക്ക്. മോളല്ല, മോൾ ഉണ്ണിയുടെ അടുത്തേക്ക് വയ്ക്കോ. ഇവളോട് എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. ചെല്ലേ. എന്താ അമ്മ? കണ്ണനെ പോലൊരാളെ നീ കല്യാണം കഴിച്ചതിന് പിന്നില് സ്വത്ത് മോഹം ഉണ്ടെന്ന് എല്ലാവരും പറയുന്നുണ്ട്. അത് അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്യും. കണ്ണന് ഭർത്താവായി നിലനിർത്തിയിട്ട് നിന്റെ കാമുകനുമായി ബന്ധം തുടരാമെന്നാണോ നിന്റെ ചിന്ത? കാമുകനോ? അല്ല, നിന്നെ പോലെ അത്യാവശ്യം കാണാൻ കൊള്ളാവുന്ന ഒരുത്തിക്ക് കാമുകന്മാര് കാണുമല്ലോ. അങ്ങനെ ഒരു കാമുകനുണ്ടെങ്കിൽ അവനുമായിട്ട് ബന്ധം കൂടിയിട്ട് എന്റെ കുഞ്ഞിനെ ഒരു കോമാളിയാക്കാനാണോ നിന്റെ പുറപ്പാട്? അതാ ഞാൻ ചോദിച്ചത്. ഞാൻ അത്രക്കാരിയല്ലമ്മേ. എന്നെ എങ്ങനെ പറയാൻ പറ്റും? നിന്റെ അച്ഛന്റെ ചിത കെട്ടടങ്ങുന്നതിന് മുൻപ് തന്നെ നിന്റെ അമ്മ നിനക്കൊരു രണ്ടാനച്ഛനെ കൊണ്ടു തന്നില്ലേ? നിന്റെ ചരിത്രം അതാ. അതുകൊണ്ട് തേൻപുരണ്ട വാക്കുകളൊക്കെ കണ്ണൻ വിശ്വസിച്ചാലും ഞാൻ വിശ്വസിക്കില്ല. ഇന്നത്തെ കാലത്ത് ത്യാഗമനസ്സുള്ള പെൺകുട്ടികൾ വളരെ കുറവാ. അങ്ങനെയുള്ളവര് ത്യാഗം ചെയ്യുന്നുണ്ടെങ്കിൽ അതിനു പിന്നിൽ അവര് മറ്റെന്തെങ്കിലും നേട്ടം പ്രതീക്ഷിക്കുന്നുണ്ടാവും. അയ്യോ, ഞാൻ അങ്ങനൊന്നും പ്രതീക്ഷിക്കുന്നില്ലമ്മേ. കണ്ണേട്ടന്റെ ഭാര്യയായി കണ്ണേട്ടനെ സ്നേഹിച്ച് ജീവിതം ജീവിച്ചു തീർക്കാനാ ഞാൻ പൂർണ്ണ മനസ്സോടെ ഇവിടേക്ക് വന്നത്. അതിലൊരു മാറ്റവും ഉണ്ടാവില്ല. ആ, ഈ പറഞ്ഞത് അതേപടി നടപ്പിലാക്കിയാ കൊള്ളാം. ആ ചെല്ല്. ചടങ്ങുകളൊക്കെ മുറ പോലെ നടക്കട്ടെ. അതിനൊന്നും ഒരു കുറവും വരുത്തണ്ട. എന്താ അവള് പറയുന്നത്? അവളുടെ കഴുത്തി കിടക്കുന്ന താലിക്ക് മങ്ങലേൽക്കുന്ന രീതിയില് അവളൊന്നും ചെയ്യത്തില്ല എന്നൊക്കെയാ പറഞ്ഞിട്ട് പോയത്. ആ പറച്ചിലിന് വലിയ ആയുസൊന്നും ഇല്ല മോളെ. കണ്ണനെ പോലെ ഒരുത്തനെ ഒരു പെൺകുട്ടികളും കല്യാണം കഴിക്കില്ലെന്നാ കരുതിയത്. എന്നാ അതിന് വിരുദ്ധമായിട്ട് ഇവള് സമ്മതം മൂളിയത് സമ്പത്ത് മുന്നിൽ കണ്ടിട്ട് തന്നെയാ. അത് ഉറപ്പല്ലേ? അങ്ങനെയെങ്കിൽ അവളെ ഇവിടെ വെച്ച് പൊറപ്പിക്കരുതമ്മ. നോക്കട്ടെ അവളുടെ പോക്ക് എങ്ങോട്ടാണെന്ന്. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഫെബ്രുവരി 15 ശനിയാഴ്ച ആരംഭിക്കുന്നു. ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.